ഹായ്, സ്വാഗതം. 2027 വരാൻ പോകുന്ന LDC എക്സാമിനെ ബേസ് ചെയ്ത് മാത്സിന് ഒരു സെപ്പറേറ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഗണിതം മധുരം സീരീസ് എന്ന പേരിൽ മാത്സിന് ഒരു സെപ്പറേറ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. LP-UP എക്സാമിനെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഓൾറെഡി നമ്മൾ ചാക്കോമാഷ് മാത്സ് സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് LDC പോലുള്ള എക്സാമിന്, LDCക്ക് മാത്രമല്ല യൂസ് ആവണേ. 2027 LDCനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും LGS എക്സാം എഴുതുന്ന കുട്ടികൾ, 10th ലെവൽ എക്സാമുകൾ എഴുതുന്ന കുട്ടികൾ, 12th ലെവൽ എക്സാംസ് എഴുതുന്ന കുട്ടികൾ, ഡിഗ്രി ലെവൽ എക്സാംസിന് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ആണ്. 2027 LDCനെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ ഏത് PSC എക്സാം എഴുതുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. കാരണം PSCയുടെ പരീക്ഷകളുടെ സിലബസ് മാത്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. LP-UP കുറെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് LP-UP നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ എക്സാമുകൾക്കും ഓൾമോസ്റ്റ് സെയിം സിലബസ് ആയതുകൊണ്ട് നമുക്ക് ഈ സീരീസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. എന്താണ് ഈ ഒരു സീരീസിന് മെച്ചം? ഇത് എവിടെ കിട്ടും? കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് കാണും. 2027 LDC മാത്സ് 2027 എന്നായിരിക്കും അതിൻ്റെ ടൈറ്റിൽ. LDC മാത്സ് 2027. ആ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ഇൻട്രഡക്ഷൻ വീഡിയോ, പിന്നെ പഠിക്കേണ്ട ഓരോന്നും ക്രമത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ നിങ്ങൾ അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ഏറ്റവും ബേസിക് ലെവൽ പോർഷൻസ് ആദ്യം, അല്ലേ? അത് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനാവശ്യമായ തിയറി കൺസെപ്റ്റുകൾ പറഞ്ഞു പോകും. അത് കഴിഞ്ഞ് സിലബസ് അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ തീർത്ത് മുന്നോട്ട് പോകും. ഈ ധൃതി വെക്കാതെ സ്വസ്ഥമായി സാവകാശം വൃത്തിയായിട്ട് മുഴുവനും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പലപ്പോഴും പല സമയത്ത് നമുക്ക് സമയം തയ്യാറില്ല, ഓടിച്ചു തീർക്കേണ്ട വരും. അങ്ങനെയൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് സാവകാശമായിട്ട് ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുക എന്നാണ് എൻ്റെ ഉദ്ദേശം. പലപ്പോഴും ആളുകൾക്ക് മാത്സ് എവിടെ തുടങ്ങണം, ഏതാദ്യം പഠിക്കണം, എങ്ങനെ കിട്ടും, ഫുൾ നോട്ട്സ് എവിടെ കിട്ടും, എങ്ങനെ പഠിക്കും എന്നൊക്കെ കുറേ ഡൗട്ട്സുകളുണ്ട്. അതിന് ഒരു ഗൈഡ് ലൈനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ്, നിങ്ങൾക്കൊരു മെൻറ്റർ റോളിലാണ് ഞാൻ വരുന്നത്. കറക്റ്റ് ഇന്നത് ആദ്യം പഠിക്കണം, ഇത് പഠിച്ചു കഴിഞ്ഞ് ഇത് പഠിക്കണം, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം കൂടിക്കോ, മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ, മാത്സിന് മുഴുവൻ മാർക്ക് വേണമെന്ന് ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിത് കൂടെ കൂടിക്കോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെറ്റാക്കി തരും. ശരി, അപ്പം നമുക്ക് ആദ്യം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള കുട്ടികൾ വേഗം ജോയിൻ ചെയ്തോണേ. എങ്ങനെ ജോയിൻ ചെയ്യുന്ന വെച്ചാൽ ടെലഗ്രാം എടുക്കുക, ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സ്പേസ് ഇല്ലാതെ സെർച്ച് ചെയ്യുക, JOSCKAPPEN. ഓക്കെ, ഇനി സ്പേസ് ഇല്ലാതെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് സ്പേസ് ഒരെണ്ണം ഇട്ടിട്ട് ജോസിന് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് സെർച്ച് ചെയ്യാൻ കിട്ടും. അതിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ അപ്ഡേഷൻസ് അതിൻ്റെ അകത്ത് കറക്റ്റ് വരും. Day 1 Day 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അപ്ഡേഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ക്ലാസ്സുകൾ മിസ്സാവാതിരിക്കാൻ ടെലഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തിരിക്കണം, അപ്ഡേറ്റ് ചെയ്തിരിക്കണം. തരുന്ന വർക്കുകൾ പക്കാ തീർത്തിരിക്കണം. കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞു ഇത് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഗ്യാരണ്ടി. പക്ഷെ തരുന്നത് വൃത്തിയായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഈ സിലബസ് ഒന്ന് നോക്കണം, അല്ലേ? ഇനി സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, സിലബസിൻ്റെ പുറത്തുനിന്ന് വരും. അത് ഏതൊക്കെയാണ് സിലബസിൻ്റെ പുറത്തുനിന്ന് പഠിക്കേണ്ട ചാപ്റ്റർ എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തത തരും. അപ്പോൾ ആദ്യം നമ്മൾ PSC തരുന്ന സിലബസ് ഒന്ന് നോക്കാം. മക്കളെ, PSC തരുന്ന സിലബസിൽ ഇതൊരെണ്ണം ഉണ്ട്, ഒരു സ്ലൈഡ്. ഇനി ഇതൊരെണ്ണം കൂടെ ഉണ്ട്, രണ്ടാമത്തെ സ്ലൈഡ്. ആദ്യത്തേത് മാത്സ്, രണ്ടാമത്തേത് മെൻ്റൽ എബിലിറ്റി. കേൾക്കുന്നുണ്ടല്ലോ? നമുക്ക് ഇതിൽ ഓരോന്നിനെയും കുറിച്ചും ഒന്ന് പരിചയപ്പെടാം. അതിൽ ഓരോന്നിനെയും കുറിച്ചും ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരിചയപ്പെടുവാണെങ്കിൽ, ആദ്യം ലഘുഗണിതം 5 മാർക്കിനാണ് അവർ പറയുന്നത്, മാത്സ് എന്ന ഭാഗം. അതിൽ ആദ്യം കിടക്കുന്ന സാധനം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ളതാണ്. നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മക്കളെ, കടൽ പോലത്തെ ഒരു ചാപ്റ്ററാണ്. കുറേ കണക്കുകൾ സംഖ്യകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാറുണ്ട്. അതാണ് അതിൽ ഉൾപ്പെടുന്നത്. അതൊരു വലിയ ചാപ്റ്ററാണ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നത്. അത് വൃത്തിയായിട്ട് പഠിക്കണം. അതിൻ്റെ ഫുൾ PYQs കവർ ചെയ്യണം. അത് കുറേ ഉണ്ട്.
പക്ഷേ പഠിക്കാൻ എളുപ്പമാണേ, കുറച്ച് കൂടുതലുണ്ട്. ഇപ്പം അതിൻ്റെ അകത്ത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അൽജിബ്രയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നെ അങ്ങനെ കുറേ ടൈപ്പുകൾ. രണ്ട് സംഖ്യകൾ സമ്മും ഡിഫറൻസ് തന്നിട്ട് വലിയ സംഖ്യ ചെറിയ സംഖ്യ കാണാൻ, സമ്മും പ്രൊഡക്റ്റും തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ, ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, അങ്ങനെ കുറേ മുഖവില, സ്ഥാനവില, സ്ഥാനം, അങ്ങനെ കുറേ പലതരം സംഖ്യകളെക്കുറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. സോ അത് വൃത്തിയായിട്ട് നോക്കണം, അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം. അത് തീരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, പക്ഷെ പഠിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒരു ബേസ് ഒന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. 2 ഭിന്നസംഖ്യകളും ദശാംശസംഖ്യകളും, അത് 2 ചാപ്റ്ററാണ്. ഫ്രാക്ഷൻസ് ഒരു ചാപ്റ്റർ, അതിൻ്റെ അടുത്ത ചാപ്റ്ററാണ് ഡെസിമൽസ്. ഓക്കെ, അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിനോടൊപ്പം പഠിക്കണം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ആയിട്ട് പോർഷനാണ്. അതിൻ്റെ ചേട്ടനായിട്ട് വരും പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതിൻ്റെ നാത്തുമാരായിട്ട് വരും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒക്കെ. അപ്പം ഈ പെർസെൻറ്റേജ് ഇന്ത്യൻ്റെ എല്ലാം ഒരു ബേസാണ്. ഈ പെർസെൻറ്റേജ് സെറ്റായാൽ അത് നല്ല എളുപ്പമാകും, കുറച്ചുകൂടി എളുപ്പമാകും, മനസ്സിലാവാൻ എളുപ്പമാകും. ഇനി പെർസെൻറ്റേജിൻ്റെ ചേട്ടനാണ് ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉള്ള കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പോർഷനാണ്. ഇനി അപ്പം അടുത്തത് സാധാരണ പലിശയും കൂട്ടുപലിശയും. ആക്ച്വലി അത് രണ്ട് ചാപ്റ്ററാണ്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ്, മറ്റൊന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. അംശബന്ധവും അനുപാതവും, A:B, C:D അല്ലേ, റേഷ്യോ വരുന്ന കണക്കുകൾ, അതാണ് അംശബന്ധവും അനുപാതവും എന്ന ഭാഗത്ത് വരുന്നത്. സമയവും ദൂരവും അല്ലേ, ടൈം ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ആവറേജ് സ്പീഡിൻ്റെ കണക്കുകൾ, അല്ലെങ്കിൽ ടൈം സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ കണക്കുകളുണ്ടല്ലോ. സോ അതെല്ലാം ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതും കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതുമാണ്. ടൈം ആൻഡ് വർക്ക്, സമയവും ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 10 ആളുകൾ 20 ദിവസം കൊണ്ട് തീർക്കും ജോലി, 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും അല്ലേ, അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട കണക്കുകൾ. പിന്നെ ഒരെണ്ണം ആവറേജിൻ്റെ കണക്കുകൾ. പിന്നെ കൃത്യംഗങ്ങൾ, ഇത് പലർക്കും ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. എക്സ്പൊണൻസ് എന്ന് പറയും. അതായത് മക്കളെ A⁻m ഇൻറ്റു A⁻n ഈസ് ഈക്വൽ ടു A⁻m+n എന്ന് പറഞ്ഞ് റൂളൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന കണക്കുകളില്ലേ, ഇല്ലേ? അങ്ങനെ കുറേ കാൽക്കുലേഷൻ, 2⁻1/3 ഇൻറ്റു 5�4 ഇൻറ്റു ഇങ്ങനെയൊക്കെ വരുന്ന കുറേ കണക്കുകൾ. അതായത് അതാണ് എക്സ്പൊണൻസ് അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ സാവകാശം സ്വസ്ഥമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അതങ്ങനെ ഒരു പോർഷൻ. ഇനി അടുത്തത് ജാമതീയ രൂപങ്ങളിലെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. എന്ന് വെച്ചാൽ 2D 3D ജോമെട്രിയാണ്. അതായത് 2D 3D ജോമെട്രി കുറച്ച് കൂടുതൽ ചോദ്യങ്ങളുള്ള മെൻസുറേഷൻ ആണ് 2D 3D ജോമെട്രി. LP-UPക്ക് ഇത് കുറച്ചുകൂടെ SCRT ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. എന്നാൽ LDC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള പരീക്ഷകൾക്ക് SCRT ഓറിയൻറ്റഡ് ആയിട്ടല്ലാതെ 2D 3D ജോമെട്രി പഠിക്കണം. അപ്പോൾ 2Dയുടെ പല രൂപങ്ങളുണ്ട്. സർക്കിളുണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. ഇതിനെ ഓരോന്നിനെയും കുറിച്ച് പഠിക്കണം. 3Dയുടെ ഷേപ്പുകളായ സ്പിയർ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, കോൺ ഉണ്ട്, ക്യൂബോയിഡ് ഉണ്ട്, ക്യൂബ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കണം. അത് SCRT ഓറിയൻറ്റഡ് ആയിട്ടല്ല, ആക്ച്വലി കുറച്ചുകൂടെ SCRT ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് LP-UPക്കാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ SCRT ഓറിയൻറ്റഡ് അല്ലാതെ പഠിക്കേണ്ടതാണ്. അത് 2D 3D ജോമെട്രി. ഇനി പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണികൾ, ജോമെട്രിക് പ്രോഗ്രഷൻ, സമഗുണിത ശ്രേണികൾ, അതാണ് ഈ പ്രോഗ്രഷന് വരുന്നത്. അതിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് മെയിൻ. ജോമെട്രിക് പ്രോഗ്രഷൻ കുറച്ച് ചോദ്യങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, റീസെൻ്റ്ലി അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ മാത്സിൻ്റെ സിലബസ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് സിലബസിൽ തന്നിരിക്കുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഉണ്ട്, ഭിന്നസംഖ്യകൾ, ദശാംശസംഖ്യകൾ, രണ്ടും 2 ചാപ്റ്ററാണ്. പെർസെൻറ്റേജ് ചേട്ടൻ ലാഭവും നഷ്ടവും ഉണ്ട് അല്ലേ, ശതമാനത്തിൻ്റെ ചേട്ടൻ ലാഭവും നഷ്ടവും, അത് രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് കഴിഞ്ഞ് അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് കൂട്ടുപലിശ, സാധാരണ പലിശയും കൂട്ടുപലിശയും. രണ്ടിൽ കൂടെ ചോദ്യം വരാറുണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കുറച്ച് വലിയ ചാപ്റ്ററാണ്. അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് അല്ലേ, ആവറേജ് പഠിക്കണം, എക്സ്പൊണൻസ് പഠിക്കണം. 2D 3D ജോമെട്രി കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറച്ച് സമയം എടുത്ത് സാവകാശം സ്വസ്ഥമായിട്ട് പഠിക്കണം. പിന്നെ പ്രോഗ്രഷൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനും ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷനും ഉണ്ട്. ക്ലിയർ അല്ലേ? ജോമെട്രിക് പ്രോഗ്രഷൻ കുറച്ചേ ഉള്ളൂ മക്കളെ. ഇത്രയാണ് മാത്സ്. അപ്പം ഇത് ഞാൻ വൃത്തിയായിട്ട് തീർത്തു തന്നോളാം. ഇടയ്ക്ക് കയറി സാറേ തീർന്നില്ല, അതില്ല, ഇതില്ല എന്ന് പറയരുത്. 2027 എക്സാമിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എക്സാമുകൾ വരുമ്പം സാറേ ആ എക്സാം ആകുമ്പോൾ തീർത്തരാവോ അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഓടിച്ചെടുത്ത് തരേണ്ട വരും.
അപ്പോൾ എനിക്ക് തന്നെ ഒരു സംതൃപ്തിയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഡിസൈൻ ഉണ്ട്, ആ രീതിയിൽ ഒരു പാറ്റേൺ ഉണ്ട്, ആ രീതിയിൽ എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നു, സ്വസ്ഥമായിട്ട് സാവകാശമായിട്ട് പഠിക്കാൻ. അപ്പം ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം, പഠിക്കാം. ഒരു ബേസും വേണ്ട. 0 ലെവലിലുള്ള ഒരാൾക്ക് തുടക്കം മുതൽ പറഞ്ഞു തരുമ്പോൾ, സ്വസ്ഥമായിട്ട് പറഞ്ഞു തരുമ്പോൾ പഠിച്ച് ഇഷ്ടപ്പെട്ടു പോവാം. കാരണം പല ആൾക്കാരും ഇങ്ങനെ കഴിഞ്ഞ ദിവസം കൂടെ ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്ന് മാത്സ് മനസ്സിലാവുന്നില്ല സാറേ, മാത്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ ഒത്തിരി പേരുണ്ട്. മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, മനസ്സിലാവാത്തവർ, എങ്ങനെ പഠിക്കണം എന്നറിയത്തില്ലാത്തവർ. അതാ ഒരു പ്രധാന പ്രശ്നം. എങ്ങനെ പഠിക്കണം, എവിടെ തുടങ്ങണം അറിയില്ലാത്തവർ. മക്കളെ, ഈ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളതൊന്ന് കറക്റ്റായിട്ട് പഠിച്ചു, നിങ്ങൾക്ക് മാത്സ് എളുപ്പമാകും, മാത്സ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളത് എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യണം. ഉറപ്പായിട്ടും മാത്സ് നിങ്ങൾക്ക് എളുപ്പമാകും, അതെൻ്റെ ഗ്യാരൻറ്റിയാണ്. കറക്റ്റ് പഠിച്ചു. ഞാൻ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കുകൾ ആദ്യം, അത് കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ അവസാനം, ആ ഒരു ക്രമത്തിൽ ഓർഡറായിട്ടാണ് പഠിപ്പിക്കണേ. കേൾക്കുന്നുണ്ടോ? എനിക്കൊരു ധൃതിയില്ല. വൃത്തിയായിട്ട് തീർത്തു തരിക എന്നുള്ള ഉദ്ദേശം. വൃത്തിയായിട്ട് തീർക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് തീർക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പറഞ്ഞ് മനസ്സിലായോ? അപ്പം നമ്മൾ അടുത്ത തവണ എക്സാമിന് നേടിയിരിക്കും മാത്സിന് മുഴുവൻ മാർക്കും. ഇനി നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ തീർത്ത് കഴിഞ്ഞ് നമുക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ SCRT കൂടെ പഠിക്കും. നമ്മുടെ കഷ്ടകാലത്തിനൊരു ചോദ്യം വന്നാലോ നമ്മൾ പഠിച്ചിരിക്കും. കേട്ടല്ലോ? യെസ്. അപ്പോൾ കൂടെ കൂടിക്കോണം. നിങ്ങളുടെ മാത്സ് ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോണം, അവരെയും കൂടെ കൂട്ടിക്കോണം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കേട്ടല്ലോ? അപ്പോൾ ഇത് മാത്സ്. ഇനി മെൻ്റൽ എബിലിറ്റി ഭാഗം. ഇവൻ പാവ, ഇവനെ കൊണ്ട് വലിയ ഉപദ്രവമില്ല, പക്ഷെ പഠിക്കണം. ക്ലാസ് കിട്ടിയാലേ കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി വരത്തുള്ളൂ. അതിലാദ്യം സംഖ്യാശ്രേണികൾ, അല്ലേ? സംഖ്യാശ്രേണികൾ വരാം, അക്ഷരശ്രേണികൾ വരാം. അതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്ന ഭാഗം, അല്ലേ? നമ്പർ സീരീസ് ഉണ്ട്, ലെറ്റർ ഉപയോഗിച്ചുള്ള സീരീസ് ഉണ്ട്. സോ അതിൻ്റെ ചോദ്യങ്ങളാണ് നമ്പർ സീരീസ്. അത് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അത് മാർക്ക് കിട്ടാനുള്ള മാർഗം. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മളത് സെറ്റാക്കും, അത് പഠിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. അടുത്തത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബോട്ട്മാസ് റൂളിൻ്റെ കണക്കുകളാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? വലിയ കാൽക്കുലേഷൻസ് വരികയല്ലേ? അപ്പോൾ അതിൽ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇതിലേത് ആദ്യം ചെയ്യണം എന്നൊക്കെ പറയുന്ന റൂളല്ലേ ബോട്ട്മാസ് റൂൾ. അത് ആക്ച്വലി മാത്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, പക്ഷേ ഇവിടെ മെൻ്റൽ എബിലിറ്റിയിലാണ് കൊടുത്തേക്കുന്നത്. അത് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഉത്തരം കിട്ടാനുള്ള മാർഗം. നമുക്ക് പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കണം കേട്ടോ. സ്ഥാനനിർണയ പരിശോധന എന്ന് പറഞ്ഞാൽ റാങ്കിങ് ആണ്, വരി നിരയുടെ കണക്കുകൾ. രാഹുൽ ഒരു വരിയിൽ മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 15ാമതുമാണെങ്കിൽ വരിയിലാകെ എത്ര പേർ? ഇങ്ങനെ ഈ സ്ഥാനനിർണയം, സ്ഥാനത്തെ ബേസ് ചെയ്ത് വരി നിരയൊക്കെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്, എളുപ്പം പഠിക്കാൻ. അടുത്തത് സമാന ബന്ധങ്ങൾ, അനലോജി. 3 തരമുണ്ട്. വേർഡ് ഉപയോഗിച്ചുള്ളതുണ്ട്, നമ്പർ ഉപയോഗിച്ചുള്ളതുണ്ട്, ലെറ്റർ ഉപയോഗിച്ചുള്ളതുണ്ട്. എന്താ അനലോജി എന്ന് പറഞ്ഞാൽ മക്കളെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറില്ലേ? പട്ടാളം, ചിട്ട, അല്ലേ? പട്ടാളം, ചിട്ട. അതുപോലെ കുടുംബം, ഡാഷ്. കണ്ടോ? പട്ടാളം, ചിട്ട, കുടുംബം, ഡാഷ്. ഈ 4 ഓപ്ഷൻസ് കാണും. പട്ടാളവും ചിട്ടയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ അതുപോലെ കുടുംബവും ഏതും ബന്ധപ്പെടും എന്നാണ്. ഇത് ഒരിക്കലും എക്സാമിന് ചോദിച്ചൊരു ചോദ്യം. അതിൽ ഓപ്ഷനിൽ സ്നേഹം എന്നുണ്ടായിരുന്നു. പട്ടാളത്തിൽ ചിട്ട പരിശീലിപ്പിക്കുന്നു, കുടുംബത്തിൽ സ്നേഹം പരിശീലിപ്പിക്കുന്നു. പറഞ്ഞ് മനസ്സിലായോ? പട്ടാളത്തിൽ ചിട്ട പരിശീലിപ്പിക്കുന്നു, കുടുംബത്തിൽ സ്നേഹം പരിശീലിപ്പിക്കുന്നു. അപ്പം പട്ടാളം, ചിട്ട, കുടുംബം, ഡാഷ്. കണ്ടോ? അപ്പൊ ആദ്യത്തെ 2 നമ്മളുടെ ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് അടുത്ത 2 ബന്ധം. ഇതാണ് വേർഡ് അനലോജി. ഇതുപോലെ ഇതിന് പകരം നമ്പർ ഉപയോഗിച്ചുള്ള അനലോജി ഉണ്ട്, ആൽഫബറ്റ് ഉപയോഗിച്ചുള്ള അനലോജി ഉണ്ട്. അതാണ് ഈ അനലോജി എന്ന് പറഞ്ഞ ഭാഗം. അതെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താണ് കവർ ചെയ്യേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാനുള്ള മാർഗം. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കണക്കുകൾ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അടുത്തത് ഓട് വൺ ഔട്ട്, ഓടുമാൻ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തൽ, കൂട്ടത്തിൽ പെടാത്തതേത്, വേറിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറില്ലേ? കുറേ എണ്ണം തരും, അതിൽ ചേരാത്തതിനെ കണ്ടുപിടിക്കണം. അതാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലെന്നല്ല, ബുദ്ധിമുട്ടേ ഇല്ല പഠിക്കാൻ കേട്ടോ. ശരി. പിന്നെ സംഖ്യാവലോകന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ സംഖ്യകളുമായി ബന്ധപ്പെട്ട മെൻ്റൽ എബിലിറ്റിയുടെ കണക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് സംഖ്യകൾ ഉപയോഗിച്ചുള്ള കോഡിങ്, ഡീകോഡിങ് ആവാം, സംഖ്യകൾ ഉപയോഗിച്ചുള്ള സീരീസ് ആവാം, സംഖ്യകൾ ഉപയോഗിച്ചുള്ള പസിൽസ് ആവാം,
ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ സംഖ്യകൾ ഉപയോഗിച്ചുള്ള മെന്റൽ എബിലിറ്റിയുടെ ഭാഗമായി കണ്ടുപിടിക്കേണ്ട വരുന്ന ചോദ്യങ്ങളാണ് സംഖ്യാവലോകന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. സോ അതാണ് നമ്മുടെ 6ാമത് കിടക്കുന്നത് മെന്റൽ എബിലിറ്റിയിൽ. ഇനി അടുത്തത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കോഡ് ഉപയോഗിച്ചുള്ള ചോദ്യമില്ല. പോലീസിനെ ഇങ്ങനെ കോഡ് ചെയ്യുന്നു എങ്കിൽ തീഫിനെ എങ്ങനെ കോഡ് ചെയ്യാം അല്ലേ? അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഓരോ ആൽഫബറ്റിൻ്റെയും പൊസിഷൻ വാല്യൂസ് ഒക്കെ പഠിച്ച് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് പറഞ്ഞു തരാം. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. മെന്റൽ എബിലിറ്റി മുഴുവൻ പഠിക്കാൻ ഏറ്റവും നല്ലത് ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ പഠിക്കണം. എളുപ്പമാണെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്, പഠിക്കാതിരിക്കരുത്. നമുക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം, പഠിക്കാതെ പറ്റത്തില്ല കേട്ടോ. അടുത്തത് മക്കളെ കുടുംബ ബന്ധങ്ങൾ, ബ്ലഡ് റിലേഷൻ. ശ്രുതിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് അരുണിൻ്റെ അമ്മ. ശ്രുതിയുടെ ഭർത്താവിന് അരുണുമായുള്ള ബന്ധം. എയുടെ സഹോദരനാണ് ബി, ബിയുടെ സഹോദരിയാണ് സി, സിയുടെ അച്ഛനാണ് ഡി, എയുടെ ആരാണ് ഡി അല്ലെ? ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ അതിന് ബ്ലഡ് റിലേഷൻ, ഫാമിലി റിലേഷൻസ് എന്നുള്ള ചോദ്യങ്ങളാണ്. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങൾ, അതിന് കുറേ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിക്കണം. അടുത്തത് ദിശാവബോധം, ഡയറക്ഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ. ദിശ അവബോധം, ഡയറക്ഷനുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് അതിൽ വരുന്നത്. സെൻസ് ഓഫ് ഡയറക്ഷൻ അല്ലേ? ഒരാൾ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ വടക്കോട്ട് പോയി, 8 കിലോമീറ്റർ തെക്കോട്ട് പോയി, 7 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ. ഓക്കെ. അടുത്തത് ക്ലോക്കിലെ സമയവും കോണുകളും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും. അത് രണ്ടും എന്താണ്? ക്ലോക്ക് എന്ന ചാപ്റ്ററാണ്. രണ്ടും ക്ലോക്ക് തന്നെയാണ്. ക്ലോക്കുമായി ബന്ധപ്പെട്ട കുറേ കണക്കുകൾ ഉൾപ്പെടുന്നതാണ് ക്ലോക്ക്. ഇനി കലണ്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അടുത്തത്. അപ്പോൾ 10ഉം 11ഉം ഒന്ന് തന്നെയാണ്. 10ഉം 11ഉം ഒന്ന് തന്നെ. ക്ലോക്ക് എന്ന ചാപ്റ്ററാണ്. എളുപ്പമാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇനി കലണ്ടറുമായി ബന്ധപ്പെട്ട, കലണ്ടറും തീയതിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ. ലാസ്റ്റ് 13ാമത് പറഞ്ഞാൽ ക്ലറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ ക്ലറിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങൾ ഏതും വരാം എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ലെവലിലുള്ള കുറേ ചോദ്യങ്ങൾ. ഇപ്പം അത് പ്രത്യേകിച്ച് ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമാവണമെന്നില്ല. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കന്നുകാലി ചന്തയിൽ കന്നുകാലികളും അവയെ വിൽക്കാനായി വന്ന മനുഷ്യരുമുണ്ട്. അവിടെ ആകെ 420 കാലുകളും 128 തലകളും ഉണ്ടെങ്കിൽ 4 കാലുകളുടെ എണ്ണം എത്രയായിരുന്നു? കണ്ടോ? അപ്പൊ ആകെ കാലുകളും ആകെ തലകളും തന്നിട്ട് എത്ര 4 കാലുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേക്കുക. കാരണം അതൊരു കോമൺ സെൻസ് വെച്ച് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ 10 ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങൾ എത്ര? ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററിന്റെ ഭാഗമല്ലാതെ വരുന്ന ചോദ്യങ്ങളാണ്. അതാണ് ഈ ക്ലറിക്കൽ എബിലിറ്റി എന്നതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മെന്റൽ എബിലിറ്റിയുടെ സിലബസ്. അപ്പൊ ഈ മെന്റൽ എബിലിറ്റി പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ മക്കളെ? സിലബസ് നോക്കുക, എന്നിട്ട് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീണ്ടും 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 ചെയ്ത് പഠിക്കാം. ഓക്കെ ആണല്ലോ? നമ്മൾ പഠിക്കും, മനസ്സിലാക്കും, ചെയ്യും. ഓക്കെ സാറേ, ഇത്രയും മാത്രം പഠിച്ചാൽ മതിയോ? LP-UP ആണെങ്കിൽ ഞാൻ പറയും സിലബസ് പഠിച്ചാൽ മതി. അങ്ങനെ പറയാൻ കാരണം ലാസ്റ്റ് നടന്ന 2 പ്രാവശ്യവും പക്ക സിലബസ് ആണ് അവർ ഫോക്കസ് ചെയ്തത്. അല്ലാതെ സിലബസിൽ തരാത്തത് എന്ന് ചോദിച്ചില്ല. പക്ഷേ LDC പോലുള്ള അല്ലെങ്കിൽ 10th 12th ഡിഗ്രി ലെവൽ പോലെയുള്ള ബാക്കി എക്സാമുകൾക്ക് സിലബസ് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോരാ. സിലബസിൽ നിന്ന് മാത്രമല്ലാതെ ചോദ്യങ്ങൾ വരും. അയ്യോ, സിലബസിൽ നിന്ന് അല്ലാതെ വരുമെങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി സിലബസ് ഇല്ലാത്ത ഏതൊക്കെയാണ് പഠിക്കണ്ടേ? ദേബാ കാണിച്ചു തരാം. സിലബസ് ഇല്ലാത്തത് ഇതൊക്കെ ഒന്ന് നോക്കാം. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, 1 ഡിവിസിബിലിറ്റി റൂൾസ്, ഹരണ സാധ്യതാ നിയമങ്ങൾ. അത് ആക്ച്വലി നമ്പേഴ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി വേണമെങ്കിൽ പഠിക്കാം. ഇനി ഞാനത് സെപ്പറേറ്റ് ഒരു ചാപ്റ്ററായിട്ട് ഉൾപ്പെടുത്തുന്നു. ഡിവിസിബിലിറ്റി റൂൾസ്, ഹരണ സാധ്യതാ നിയമങ്ങൾ. എങ്ങനെ 2 കൊണ്ട് ഹരിക്കും, 3 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാനുള്ള നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ, 4 കൊണ്ട് ഒരു സംഖ്യ എങ്ങനെ ഹരിക്കാൻ പറ്റും, 8 കൊണ്ട്, 9 കൊണ്ട്, 7 കൊണ്ട്, ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗം. അതിൽ നിന്ന് ചോദ്യങ്ങൾ കയറി വരാറുണ്ട്. അത് നമുക്ക് നമ്പേഴ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി വേണമെങ്കിൽ പഠിക്കാൻ. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും നമ്മുടെ LP-UPയുടെ സിലബസിൽ കിടപ്പുണ്ടത്. ബാക്കിയുള്ള സിലബസുകളിൽ പൊതുവെ കാണാത്തതാണ് ഈ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ കണക്കുകൾ. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരാറുണ്ട് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട്. പറഞ്ഞ് മനസ്സിലായോ? ഇഷ്ടം പോലെ ചോദ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും സിലബസ് ഇല്ല, പക്ഷെ പഠിക്കേണ്ട ഒരു സാധനമാണ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. അതുപോലെ LCM ആൻഡ് HCF, ഇത് സിലബസ് ഇല്ല. LP-UPയുടെ സിലബസിലുണ്ട്, ബാക്കിയുള്ളതിലില്ല. അതെന്തുകൊണ്ട് സിലബസ് ഇല്ല എന്ന് എനിക്കറിയില്ല. സിലബസിൽ വന്നിട്ടില്ല, പക്ഷെ ചോദ്യങ്ങൾ വരാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, LCM HCFന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊരു ചാപ്റ്ററായിട്ട് വൃത്തിയായിട്ട് അഡീഷണലി പഠിക്കേണ്ടതാണ്. പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജ്, ഏജുമായി ബന്ധപ്പെട്ട കണക്കുകൾ
പറഞ്ഞ് മനസ്സിലായോ? അതും നമുക്ക് പഠിക്കണം. അത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഭാഗമായിട്ട് പഠിക്കാം. നമ്മളത് സെപ്പറേറ്റ് ഒരു ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കും. റേഷ്യോ, ഏജുമായി ബന്ധപ്പെട്ട കണക്കുകൾ. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് പാർട്ട്ണർഷിപ്പ്. അതായത് രണ്ടാളുകൾ ചേർന്ന് ഒരു കച്ചവടം തുടങ്ങി, അതിൽ അങ്ങനത്തെ ചോദ്യങ്ങളില്ലേ, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഒരാൾ 3 മാസത്തേക്ക് മറ്റേ 5 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ലാഭം എങ്ങനെ വീതിക്കണം എന്ന് പറയുന്നത് അത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ അതിൽ ഉൾപ്പെടുത്തി പഠിക്കണം. ഓക്കെ, ശരി. ഇനി ഐഡന്റിറ്റീസ്, സർവ സമവാക്യങ്ങൾ എന്ന് പറയും. LP-UPയുടെ സിലബസിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സിലബസുകളിലൊന്നും ഇത് പറയാറില്ല. a+b² = a²+2ab+b² എന്ന് പറഞ്ഞ് ഐഡന്റിറ്റീസുമായി, സർവ്വസമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരീക്ഷകൾക്ക് വരാറുണ്ട്. നമ്മുടെ സിലബസിൽ കാണാറില്ല, പക്ഷേ പഠിച്ചിരിക്കണം. യെസ്. അടുത്തത് ട്രെയിനുമായി ബന്ധപ്പെട്ട കണക്കുകൾ. ഈ ട്രെയിനിൻ്റെ കണക്കുകൾ എടുത്ത് പറയാറില്ല, പക്ഷേ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് സിലബസിൽ ഉള്ളത് കൊണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കൊച്ചുമോനായിട്ട് വരും ആര്? ട്രെയിനുമായി ബന്ധപ്പെട്ട കണക്കുകൾ. അതിൻ്റെ അനിയനായിട്ട് വരും സ്ട്രീം, ബോട്ട് ആൻഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട കണക്കുകൾ. അപ്പോൾ ട്രെയിനും ബോട്ട് ആൻഡ് സ്ട്രീമും ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കൂടെ വരുന്ന ഫ്രീ ആയിട്ട് ബോണസ് ആയിട്ട് കിട്ടുന്ന, ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിലബസിലുണ്ടെങ്കിൽ കൂടെ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ഏത്? പ്രോബ്ലംസ് ഓൺ ട്രെയിനിൻ്റെ കണക്കുകളും ബോട്ട് ആൻഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട കണക്കുകളും. അതിൽ ട്രെയിനിൻ്റെ കണക്കുകൾ യൂഷ്വലി ചോദിക്കാറുണ്ട്. ബോട്ട് ആൻഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട കണക്കുകൾ എപ്പോഴും ചോദിക്കാറില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിക്കേണ്ടതാണ്. പിന്നെ ഒരെണ്ണം ടൈം ആൻഡ് വർക്കിൻ്റെ അനിയനായിട്ട് വരുന്ന പൈപ്പ് ആൻഡ് ടാങ്ക്. അത് ടൈം ആൻഡ് വർക്ക് സിലബസിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ഇത്? പൈപ്പ് ആൻഡ് ടാങ്ക്. ഇതൊന്നും വലിയ ചാപ്റ്ററുകളല്ലേ, ഇതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ്. ഇത് അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കണം. പഠിക്കാതെ പറ്റില്ല, ചോദ്യങ്ങൾ വരും. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇതാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ ഒരാൾ കവർ ചെയ്തിരിക്കേണ്ട ടോപ്പിക്കുകൾ. പറഞ്ഞ് മനസ്സിലായോ? പ്ലസ് SCERT കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് ഓടിച്ച്, അതായത് അത് എക്സാമിൻ്റെ സീസൺ വരുമ്പോൾ SCERT ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തി പഠിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയൊക്കെ ചില ചോദ്യങ്ങൾ, മീൻ മീഡിയൻ മോഡ്, അതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ റീസെൻ്റ് ആയിട്ട് പല എക്സാമുകൾക്കൊക്കെ കണ്ടിട്ടുണ്ട്. പ്രോബബിലിറ്റിയുടെയൊക്കെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊക്കെ ടെസ്റ്റ് SCERT ബേസ് ചെയ്താൽ അതൊക്കെ നമുക്കതായതുണ്ടല്ലോ മക്കളെ, നമ്മളൊരു എക്സാമിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, കാടടച്ച് ഫുൾ പഠിക്കണം, ഇല്ലാതെ പറ്റില്ല മക്കളെ. അവിടെ നമ്മൾ പഠിക്കാതെ ഒഴിവാക്കി കളഞ്ഞ് ഒരു റിസ്ക് എടുക്കരുത്, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടത് നന്നായിട്ടൊന്ന് പറഞ്ഞു തരണം, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം, നമുക്ക് നല്ലൊരു ഫോക്കസ് തരണം, എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണം. അതാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്ര വൃത്തിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ എല്ലാ പരീക്ഷകളുടെയും മാത്സ് നിങ്ങൾക്ക് എളുപ്പമാകും മക്കളെ. ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകൾക്കും മാത്സിൻ്റെ സിലബസ് ഇതാ ഞാൻ പറയുന്നത് വെച്ച് നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കോ, ഓൾമോസ്റ്റ് സെയിമാണ്. LP-UPക്ക് ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇത് LDC മാത്സ് 2027 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണും എൻ്റെ ചാനലിൽ. അതിൽ കറക്റ്റ് വീഡിയോസ് വരും. ടെലഗ്രാം ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് ഓർഡറായിട്ട് അതിൻ്റെ ക്ലാസ്സുകളും വരും. അത് Day 1 Day 2 എന്ന് പറഞ്ഞു കൊടുക്കും. ഒരു 400 പേജിൻ്റെ വലിയ ബുക്ക് മേടിക്കണം. 2 ബുക്ക് എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. ഒന്ന് നമുക്ക് ക്ലാസ്സിലെ നോട്ട് എഴുതാൻ. ഓക്കെ, നമ്മൾ ലൈവ് ക്ലാസ് കാണുന്ന കുട്ടികളായതുകൊണ്ട് ഒറ്റ ബുക്ക് മതി. അത് ക്ലാസ്സിലെ നോട്ട് എഴുതാൻ. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത ചാപ്റ്റർ. അപ്പോൾ അത് കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്യണം, മടിയില്ലാതെ കൂടിക്കോണം. ജോലി വേണോ, നിങ്ങളെ നാണം കെടുത്തിയവരുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കണോ, തല ഉയർത്തിപ്പിടിച്ച് ഫങ്ഷൻസിന് പോകണോ എങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറായിക്കോ. കഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത്? ചില ആളുകൾ ഒത്തിരി കഷ്ടപ്പെടാറുണ്ട്, പക്ഷെ രക്ഷപ്പെടാറില്ല. ഗൈഡ് ലൈൻസ് ഇല്ല, കറക്റ്റ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നില്ല. മാത്സിനെ കുറിച്ച് വൃത്തിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞു തരും. അത് ഫോളോ ചെയ്തോണം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പം എല്ലാവരെയും നമ്മുടെ ഈ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കളെ. ഒരു കാര്യത്തോടെ, നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട്, പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ടാണ് ഒരു കോഴ്സായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളെ കമൻറ്റുകൾ, ലൈക്കുകൾ തരണം. അങ്ങനെ പറയാൻ കാരണം കൂടുതൽ നന്നായി ചെയ്യാൻ അത് സഹായിക്കും. നല്ലൊരു വാക്ക്
നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനും കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് വേണ്ടി തരാനും ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എൻ്റെ എക്സ്ട്രാ ഫാമിലി ടൈമിൽ വരുമ്പോഴാണ് ഞാൻ അഡീഷണലായിട്ട് ഇങ്ങനെ സമയം കണ്ടെത്തി നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ലൈവ് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പം നമുക്ക് കുറച്ചുകൂടെ സന്തോഷമാകും ചെയ്തു തരാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ലൈക്കായി കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൂടെ പഠിക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നോട്ട്സ് വൃത്തിയായിട്ട് എഴുതണം. ഈ സിലബസ് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിൽ വൃത്തിയായിട്ട് എഴുതി വെക്കണം. 400 പേജിൻ്റെ ഒരു വലിയ ബുക്ക് മേടിച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ സിലബസ് വൃത്തിയായിട്ട് എഴുതി വെക്കണം. ഓരോന്ന് തീരുന്നതനുസരിച്ച് ടിക്കിട്ട് പോകണം. വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ റിവിഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. നമുക്കത് എക്സാം പോലെ നടത്താം ഓൺലൈൻ ലൈവായിട്ട്. അത് കൃത്യമായിട്ട് ഞാൻ ഗൈഡ് ചെയ്തോളാം കേട്ടോ. ഇനി പെട്ടെന്ന് എക്സാംസ് വരുമ്പോൾ സാറേ വേഗം തീർക്ക് എന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞു നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നതെന്ന്. കേൾക്കുന്നുണ്ടല്ലോ മക്കളെ? ശരി. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.